Okay, welcome back. +1 സോഷ്യോളജിയുടെ ഫോക്കസ് ഏരിയ ഡിസ്കഷൻ്റെ അടുത്ത ഭാഗത്തിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഫോക്കസ് ഏരിയയിലെ സമൂഹശാസ്ത്രത്തിലെ +1 സോഷ്യോളജിയിലെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. നമുക്കറിയാം സോഷ്യോളജിയുടെ ഒറിജിനുമായി ബന്ധപ്പെട്ട് ദ ഒറിജിൻ ഓഫ് സോഷ്യോളജിയിലേക്ക് നയിച്ചിട്ടുള്ള രണ്ട് കാരണങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്താണ്? ഇന്റലക്ച്വൽ ഐഡിയാസ് ആൻഡ് മെറ്റീരിയൽ ഇഷ്യൂസ്. ഏതാ രണ്ടു കാര്യങ്ങൾ? ഇന്റലക്ച്വൽ ഐഡിയാസ്, ബുദ്ധിപരമായിട്ടുള്ള ഭൗതിക ആശയങ്ങളാണ്. അതാണ് എന്ത് ചെയ്യുക, ഇന്റലക്ച്വൽ ഐഡിയാസ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് അല്ലേ? എന്താണ് നമ്മൾ പഠിച്ചു? ഇന്റലക്ച്വൽ ഐഡിയാസിൽ പ്രത്യേകിച്ചും നമ്മൾ എൻലൈറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് ജ്ഞാനോദയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. രണ്ടാമത്തത് ആ ചാപ്റ്റർ നമ്മൾ പഠിച്ചത് ഫസ്റ്റ് ചാപ്റ്ററിൽ മെറ്റീരിയൽ ഇഷ്യൂസ് ആണ് അല്ലേ? മെറ്റീരിയൽ ഇഷ്യൂസ്, ഭൗതിക പ്രശ്നങ്ങൾ. ഇത് നമ്മളെ ഫോക്കസ് ഏരിയയിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ ഈ ഭാഗം നിങ്ങൾക്ക് കാണുകയില്ല. ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ടിങ് തന്നെ ഒറിജിൻ ഓഫ് സോഷ്യോളജിയിൽ സോഷ്യോളജിൻ്റെ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടൊരു ഭാഗമാണ്. പക്ഷെ ഇതേ കാര്യങ്ങൾ തന്നെ നമ്മൾ 9ാമത്തെ ചാപ്റ്ററിൽ 3 റവല്യൂഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ചർച്ച ചെയ്യുന്നുണ്ട് അല്ലേ? എന്താണ്? എൻലൈറ്റ്മെന്റ്, ജ്ഞാനോദയം ഓർ സയന്റിഫിക് റവല്യൂഷൻ എന്ന ഒരു ഭാഗം. രണ്ടാമത്തെ ഫ്രഞ്ച് റവല്യൂഷൻ. 3 ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. അപ്പൊ ഈ കാര്യങ്ങൾ തന്നെ നമുക്ക് ഈ ഐഡിയാസിനെ ഓർ ഇന്റലക്ച്വൽ ആയിട്ടുണ്ടാകുന്ന ഐഡിയാസിനെ നമുക്ക് എൻലൈറ്റ്മെന്റ്, ജ്ഞാനോദയവുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യാം, നമുക്ക് പരിചയപ്പെടുത്താം. അതുപോലെ തന്നെയാണ് ഫ്രഞ്ച് റവല്യൂഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇന്റലക്ച്വൽ ഐഡിയാസിനെ കാണാം. മെറ്റീരിയൽ ഇഷ്യൂസ് പ്രധാനപ്പെട്ടത് ഇൻഡസ്ട്രിയൽ റവല്യൂഷനാണ് അല്ലേ? എന്താണ്? വ്യാവസായിക വിപ്ലവങ്ങൾ. അപ്പൊ ഈ 2 ചാപ്റ്ററിലേക്കും അനുയോജ്യമായ രീതിയിലാണ് നമ്മൾ ക്ലാസ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ചാപ്റ്ററിൽ ഫോക്കസ് ഏരിയയിൽ വരുന്നില്ല, പക്ഷെ ആ ഭാഗം നമ്മൾ ആൾറെഡി മനസ്സിലാക്കിയതാണ്. അതുകൊണ്ട് ഫസ്റ്റ് ചാപ്റ്റർ പഠിക്കുകയും 9ാമത്തെ ചാപ്റ്റർ പഠിക്കാൻ കഴിയാതെ വരികയോ ബുദ്ധിമുട്ടുകയെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ തന്നെ ഈ ഭാഗം നമുക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. 8 മാർക്കിന് സാധാരണയായി ചോദിക്കുന്നതാണ് ദ കോണ്ടെക്സ്റ്റ് ഓർ ദ ഒറിജിൻ ഓഫ് സോഷ്യോളജി. അതിൽ ഐഡിയ എന്താണ്? ഇന്റലക്ച്വൽ ഐഡിയാസ് ദാറ്റ് വെൽ ഇൻ ടു ദി മേക്കിംഗ് ഓഫ് സോഷ്യോളജി ഓർ മെറ്റീരിയൽ ഇഷ്യൂസ് ദാറ്റ് വെൻ മേക്കിംഗ് ദ സോഷ്യോളജി, അല്ലെങ്കിൽ ട്വിൻ റവല്യൂഷൻസ്. ഏതാണ്? സയന്റിഫിക് റവല്യൂഷനും അല്ലെങ്കിൽ എന്താണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, എൻലൈറ്റ്മെന്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള റവല്യൂഷനെ കുറിച്ചൊക്കെ എന്ത് ചെയ്യുക നമ്മൾ മനസ്സിലാക്കേണ്ടത്. വളരെ കൃത്യമായിട്ട് നമ്മൾ അത് ഇംഗ്ലീഷ് പവർ പോയിന്റുകളും പിന്നീട് നമ്മൾ ഇംഗ്ലീഷ് മലയാളം പവർ പോയിന്റുകളും PDF മലയാളം വെച്ചിട്ടുള്ള ഒരു ക്ലാസ്സാണ്. എല്ലാവരും ക്ലാസ്സുകൾ കൃത്യമായി കേൾക്കുകയും പഠിക്കുകയും അത് എന്താ ഡീറ്റെയിൽ ആയി നോട്ടുകളൊക്കെ നിങ്ങൾക്ക് ഒരുപാട് കിട്ടിയതായിരിക്കും. എന്നിരുന്നാലും പരീക്ഷാ വ്യൂ പോയിന്റ് 8 മാർക്ക് ഉറപ്പായും ചോദിക്കുന്ന ഒരു ഭാഗമാണ്. അതുകൊണ്ട് പൂർണ്ണമായി കാണുകയും സംശയങ്ങൾ കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സ് നൽകുകയും ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി കൃത്യമായ സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിലേക്ക്. ഓക്കെ, അപ്പോൾ സോഷ്യോളജി ആൻഡ് സൊസൈറ്റിയിലെ ഇൻട്രൊഡ്യൂസിങ് സോഷ്യോളജിയിൽ ഫസ്റ്റ് ചാപ്റ്ററും അതുപോലെ നമുക്ക് 9ാമത്തെ അണ്ടർസ്റ്റാൻഡ് സൊസൈറ്റിയിൽ 9ാമത്തെ ചാപ്റ്ററിൽ വരുന്ന ഒരു ഭാഗമാണ് ഫോക്കസ് ഏരിയയിൽ നമുക്ക് ദ കോണ്ടെക്സ്റ്റ് ഓഫ് ദി ഒറിജിൻ ഓഫ് സോഷ്യോളജി 9ാമത്തെ ചാപ്റ്ററിലാണ് വരുന്നത്. പക്ഷേ നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്റർ ഡീറ്റെയിൽ ആയിട്ട് ഓൺലൈനിൻ്റെ ആവേശത്തിലും അതെല്ലാം നിങ്ങളൊക്കെ പഠിച്ചൊരു ചാപ്റ്റർ ആയതുകൊണ്ട് അത് ഒരിക്കൽ നഷ്ടപ്പെട്ടെന്ന് നിങ്ങൾക്ക് തോന്നരുത്. ആ പഠിച്ചതിനെ നമുക്ക് 9ാമത്തെ ചാപ്റ്ററുമായി ക്ലബ് ചെയ്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോയാൽ കൃത്യമായി 8 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പാണ്. ദ കോണ്ടെക്സ്റ്റ് ഓഫ് ദി ഒറിജിൻ ഓഫ് സോഷ്യോളജി ആണ് എന്ത് ചെയ്യുക ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം ദ സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവ് എമർജ്ഡ് ആസ് എ സോഷ്യോളജി വാസ് ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ദി ഗ്രേറ്റ് ഡെവലപ്മെന്റ്സ് ഇൻ മോഡേൺ സയൻസ്. ആധുനിക ശാസ്ത്രത്തിന്റെ മഹത്തായ സംഭവ വികാസങ്ങൾ, മുന്നേറ്റങ്ങൾ സമൂഹശാസ്ത്രത്തിന്റെ ആവിർഭാവത്തിന് വളരെയധികം സ്വാധീനിക്കുകയും വലിയ പങ്ക് വഹിക്കുകയും ചെയ്തിട്ടുണ്ട്. Let us have a very brief look at the
what intellectual ideas and material issues went into the making of sociology. സമൂഹശാസ്ത്രത്തിന്റെ നിർമ്മാണത്തിലേക്ക് നയിച്ച ഭൗതിക ആശയങ്ങൾ, ബുദ്ധിപരമായിട്ടുള്ള ഇന്റലക്ച്വൽ ആയിട്ടുള്ള ആശയങ്ങളും എന്ത് ചെയ്യണം, മെറ്റീരിയലായ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമുക്കിവിടെ പരിശോധിക്കാനുള്ളത്. നിങ്ങൾ പഠിച്ചതാണ്. The West was necessarily the most advanced and civilized, പാശ്ചാത്യ ലോകം ഏറ്റവും പുരോഗതി പ്രാപിച്ച സിവിലൈസ്ഡ് സമൂഹമാണ് എന്നും മറ്റുള്ളവരെ നോൺ വെസ്റ്റേൺ സൊസൈറ്റിയെ ഒരു ലെസ് ഡെവലപ്ഡ് ആയി വളരെ പിന്നോക്കാവസ്ഥയുള്ള ബാർബറിക് ആയിട്ടുള്ള സമൂഹമായി കണ്ടിരുന്നത്. അപ്പോൾ ബുദ്ധിപരമായിട്ടുള്ള ഇന്റലക്ച്വൽ ഐഡിയാസ് വെൻ ടു ദി മേക്കിംഗ് ഓഫ് സോഷ്യോളജി നമ്മൾ പഠിക്കേണ്ടത് പ്രധാനമായും തിയറി ഓഫ് ഇവല്യൂഷൻ നമ്മൾ പഠിച്ചു. പരിണാമ സിദ്ധാന്തം ആരതാണ്? ചാൾസ് ഡാർവിന്റെ ഒറിജിൻ ഓഫ് സ്പീഷീസിലെ ഒറിജിൻ ഓഫ് ദ സ്പീഷീസ് ഫ്രം എ സിമ്പിൾ ടു അൺകോംപ്ലക്സ് ലളിതമായതിൽ നിന്നും സങ്കീർണമായതിലേക്കുള്ള ഒരു സ്ലോ ചേഞ്ചസിനെയാണ് എന്ത് പറയാ, ഇവല്യൂഷൻ എന്ന് പറയാ. അത് നമ്മൾ മനസ്സിലാക്കിയതാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട് നമ്മൾ പഠിച്ചത് എൻലൈറ്റ്മെന്റ് ഓർ സയന്റിഫിക് റവല്യൂഷൻ ആണ്. അപ്പൊ എന്താണ് ഓരോ നമ്മൾ കൃത്യമായിട്ട് 9ാമത്തെ ചാപ്റ്ററുമായി ക്ലബ് ചെയ്ത് നമ്മൾ പറയുന്നുണ്ട്. ജ്ഞാനോദയം, ശാസ്ത്ര വിപ്ലവവും അല്ലെ. എന്താണ് ദ പീരിയഡ് ഓഫ് റീസണിങ് അല്ലെ. എന്താ പീരിയഡ് ഓഫ് റീസണിങ് എന്ന് പറഞ്ഞാൽ യുക്തി ചിന്തയുടെ കാലഘട്ടത്തെയാണെന്ന് പറയാ നമ്മൾ എൻലൈറ്റ്മെന്റ് എന്ന് പറയാ. യുക്തി ചിന്തയുടെ ഏജ് ഓഫ് റീസണിങ് എന്ന് പറയും. അപ്പൊ ഈ മനുഷ്യന്റെ ചിന്തക്ക് ഉണ്ടായ മാറ്റമാണ് സയന്റിഫിക് റവല്യൂഷൻ എന്നത്. ആ കാലഘട്ടത്തിൽ സോഷ്യൽ സർവേയിൽ ഒക്കെ വലിയ പുരോഗതി ഉണ്ടാകുകയും ശാസ്ത്രീയപരമായ വളർച്ചകൾ സമൂഹത്തെ കുറിച്ച് പഠിക്കുന്നതിലേക്കൊക്കെ നയിച്ചു എന്നും അഗസ്റ്റ് കോംപ്റ്റിന്റെ പോസിറ്റിവിസം ഒക്കെ നമ്മൾ മനസ്സിലാക്കിയതാണ്. അതുപോലെ ഫ്രഞ്ച് റവല്യൂഷന് ഒരു ഇന്റലക്ച്വൽ ഐഡിയാസ് ആണ് അല്ലെ. ലിബർട്ടി, ഈക്വാലിറ്റി, ഫ്രട്ടേണിറ്റി എന്നുള്ള ചിന്തയിൽ നിന്നാണ് അതുവരെ ഉണ്ടായിരുന്ന ട്രഡീഷണൽ ആയിട്ടുള്ള പൊളിറ്റിക്കൽ പവറിന് സോവറിനിറ്റിയിലേക്ക്, പരമാധികാരത്തിലേക്കുള്ള ഒരു ചേഞ്ചിലേക്ക് നയിക്കുക. ചേഞ്ച് ഇൻ പൊളിറ്റിക്കൽ പവർ എന്ന് പറയാം ഫ്രഞ്ച് റവല്യൂഷനിലേക്ക് നയിച്ചിട്ടുള്ളത്. അപ്പൊ പ്രധാനമായിട്ടും നമുക്ക് 3 കാര്യങ്ങളാണ് ഈ കാലഘട്ടത്തിൽ ഉണ്ടായത്. അതുപോലെ മെറ്റീരിയൽ ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയൽ റവല്യൂഷനുമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക ബന്ധപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ 3 പ്രധാന ഭാഗങ്ങളാണ്. ഇന്റലക്ച്വൽ ഐഡിയാസിൽ പറഞ്ഞ ചാൾസ് ഡാർവിന്റെ നേച്ചർ ആൻഡ് ബയോളജിക്കൽ ഇവല്യൂഷനുമായി ബന്ധപ്പെട്ട് ആ ലൈഫ് റിലേറ്റഡ് ബൈ എ കോമൺ ആൻസിസ്റ്ററിൽ നിന്നും സിമ്പിൾ ടു എന്ത് ചെയ്യാണ് കോംപ്ലക്സിലേക്കുള്ള ഒരു വളർച്ച. അപ്പൊ സൊസൈറ്റിയെ നമ്മൾ എന്ത് ചെയ്യുക ചില സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് ആയി കാറ്റഗറൈസ് ചെയ്തൊക്കെ നമ്മൾ മനസ്സിലാക്കിയതാണ്. പിന്നെ ഹെർബർട്ട് സ്പെൻസറിന്റെ ഓർഗാനിക് അനലോജി അല്ലെ. സോഷ്യൽ ഡാർവിനിസത്തിനെ മനുഷ്യനെയും എന്ത് ചെയ്യാണ് മനുഷ്യ ശരീരത്തെയും അതുപോലെ സമൂഹത്തെയും ബന്ധിക്കുന്നത് പോലെ സൊസൈറ്റി കമ്പയർഡ് ടു എ ലിവിംഗ് ഓർഗാനിസം. സൊസൈറ്റി ഹാസ് എ ഹ്യൂമൻ ബോഡി. ദർ ആർ ഡിഫറെന്റ് പാർട്സ് ഇൻ ദ ഹ്യൂമൻ ബോഡി. ഈച്ച് പാർട്സ് ആർ ഇന്റർ റിലേറ്റഡ് ആൻഡ് ഫങ്ഷൻ ഫോർ ദി മെയിൻ്റെനൻസ് ഓഫ് ഹ്യൂമൻ ബോഡി അല്ലെ. ഓരോ വ്യത്യസ്ത ഭാഗങ്ങളുണ്ട്. ആ ഓരോ ഭാഗങ്ങളും ശരീരത്തിന്റെ മൊത്തത്തിന്റെ ധർമ്മങ്ങൾ നിർവഹിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ദർ ആർ ഡിഫറെന്റ് പാർട്സ് ഇൻ സൊസൈറ്റി. സമൂഹത്തിൽ ഒരുപാട് ഭാഗങ്ങളുണ്ട്. ആ ഭാഗങ്ങൾക്കൊക്കെ ഒരുപാട് ഫംഗ്ഷൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സമൂഹവും മനുഷ്യന്റെ എന്ത് ചെയ്യാണ് ഓർഗാനിക് ശരീരത്തെയും ബന്ധിപ്പിക്കുന്ന ഓർഗാനിക് അനലോജി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ തോമസ് ഹോബ്സിനെ പോലെ ജോൺ ലോക്കിനെ പോലെ എൻലൈറ്റ്മെന്റ് എന്ത് ചെയ്യാണ് നവോത്ഥാന കാഴ്ചപ്പാടുകളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. രണ്ടാമത് പറഞ്ഞ മെറ്റീരിയൽ ഇഷ്യൂസ് ആണ്. ദ മെറ്റീരിയൽ ഇഷ്യൂസ് ദാറ്റ് വെൻ ഇൻ ടു ദി മേക്കിംഗ് ഓഫ് സോഷ്യോളജി. സമൂഹശാസ്ത്രത്തിന്റെ നിർമ്മാണത്തിലേക്ക് നയിച്ച ഭൗതിക പ്രശ്നം. ഇവിടെ ഏത് പ്രശ്നമാണ് പറഞ്ഞത്? ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ അല്ലെ. ഇൻഡസ്ട്രിയലൈസേഷൻ ദ പീരിയഡ് ഓഫ് സോഷ്യൽ എക്കണോമിക് ചേഞ്ച് ദാറ്റ് ട്രാൻസ്ഫോം എ ഹ്യൂമൻ ഗ്രൂപ്പ് ഫ്രം ആൻ അഗ്രേറിയൻ സൊസൈറ്റി ഇൻ ടു ആൻ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി. അപ്പൊ ഇവിടെ 3 കാര്യങ്ങളാണ് വളരെ പ്രധാനപ്പെട്ടത്. മനുഷ്യന്റെ ചേഞ്ച് ഇൻ ദ സോഷ്യൽ ലൈഫിലേക്ക് നയിച്ചിട്ടുള്ള 3 കാരണങ്ങൾ എന്താണ്? ചേഞ്ച് ഇൻ തിങ്കിങ്, മനുഷ്യന്റെ ചിന്തയിൽ ഉണ്ടായിട്ടുള്ള മാറ്റമാണ് സമൂഹശാസ്ത്രത്തിന്റെ വളർച്ചയിലേക്ക് നയിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം. ചേഞ്ച് ഇൻ തിങ്കിങ്, മനുഷ്യ ചിന്തയിലുണ്ടായ മാറ്റം. രണ്ടാമത്തെ പറഞ്ഞത് ചേഞ്ച് ഇൻ പൊളിറ്റിക്കൽ പവർ. അതേതാണ്? അതിനെ നമ്മൾ എന്താ പറയാ ഫ്രഞ്ച് റവല്യൂഷനുമായി ബന്ധപ്പെടുത്തി പറയാനുള്ളത്. ഒന്ന് ചേഞ്ച് ഇൻ തിങ്കിങ്, 2 ചേഞ്ച് ഇൻ പൊളിറ്റിക്കൽ പവർ.
എന്താണ് രാഷ്ട്രീയപരമായ ശക്തിയിലുണ്ടായ മാറ്റം അത് ട്രഡീഷണലിൽ നിന്നും മൊണാർക്കി ആയിട്ടുള്ള ഫ്യൂഡലിസത്തിൽ നിന്നും പൊളിറ്റിക്കൽ സോവറിറ്റിയിലേക്ക് പരമാധികാരത്തിലേക്ക് എന്താണ് മാറിയിട്ടുള്ള രാഷ്ട്രീയപരമായ മാറ്റമാണ്. മൂന്നാമത്തത് ചേഞ്ച് ഇൻ പ്രൊഡക്ഷൻ സിസ്റ്റം അല്ലേ, ഉൽപാദന വ്യവസ്ഥിതിയിൽ ഉണ്ടായിട്ടുള്ള പ്രൊഡക്ഷൻ സംവിധാനത്തിലുണ്ടായിട്ടുള്ള മാറ്റമാണെന്ത് മൂന്നാമത്തത് ഈ കാരണമായി സമൂഹശാസ്ത്രത്തിന്റെ വളർച്ചയിലേക്ക് നയിച്ചത്. അപ്പൊ സിമ്പിൾ ആണ്, പല രൂപത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇന്റലക്ച്വൽ ഐഡിയാസ് ആൻഡ് മെറ്റീരിയൽ ഇഷ്യൂസ്, അതല്ലെങ്കിൽ തിങ്കിങ്ങിൽ എൻലൈറ്റ്മെന്റ് ഓർ ദ ഏജ് ഓഫ് റീസണിങ് ഓർ സയന്റിഫിക് റവല്യൂഷൻ അല്ലേ, അതാണ് ഇത്. പൊളിറ്റിക്കൽ പവർ മീൻസ് ഫ്രഞ്ച് റവല്യൂഷൻ ആൻഡ് ചേഞ്ച് ഇൻ പ്രൊഡക്ഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, അതാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളെയാണ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിലും പഠിച്ചത്, 9ാമത്തെ ചാപ്റ്ററും പഠിച്ചത്. അതുകൊണ്ട് ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ച കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല. അത് നമുക്ക് 9ാമത്തെ ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ അത് ആ ഭാഗമാണ് ഒന്നും കൂടി ഡീറ്റെയിൽ ആയി പറയുന്നത്. ഇതേ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. 3 ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ്സ് ദാറ്റ് പേവ്ഡ് ദ വേ ഫോർ ദി എമർജൻസ് ഓഫ് സോഷ്യോളജി. ഏതാണ് 3 കാരണങ്ങൾ? എൻലൈറ്റ്മെന്റ് ജ്ഞാനോദയം, ഫ്രഞ്ച് റവല്യൂഷൻ ഫ്രഞ്ച് വിപ്ലവം, ദ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വ്യവസായിക വിപ്ലവം. അപ്പൊ സോഷ്യോളജി ഈസ് സംടൈം കോൾഡ് ദ ചൈൽഡ് ഓഫ് ദ ഏജ് ഓഫ് റവല്യൂഷൻ. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ്, സമൂഹശാസ്ത്രം എന്ത് ചെയ്യണം, വിപ്ലവങ്ങളുടെ കാലഘട്ടത്തിലെ ഒരു ഉത്ഭവിച്ചിട്ടുള്ള ശാസ്ത്രമാണെന്ന് പറയാനുള്ള കാരണം എന്താണ്? അത് the Enlightenment or scientific revolution, French revolution, 3 industrial revolution. ഇതിനെയാണ് പറയാ നമ്മൾ സോഷ്യോളജിയുടെ വളർച്ചയിലേക്ക് നയിച്ചിട്ടുള്ള കാരണങ്ങൾ. അപ്പൊ എന്താണ് എൻലൈറ്റ്മെന്റ്? ഓൾറെഡി പറഞ്ഞു, യൂറോപ്പ് ഡ്യൂറിംഗ് ദ ലൈറ്റ് 17th and 18th സെഞ്ചുറിയിൽ നടന്നിട്ടുള്ള ചിന്താപരമായിട്ടുള്ള മാനവികമായിട്ടുള്ള സയന്റിഫിക് ആയിട്ടുള്ള മനുഷ്യത്തിന് വില കൽപ്പിച്ചിട്ടുള്ള ഒരു കാലഘട്ടത്തെയാണെന്ന് പറയാം ദ പീരിയഡ് ഓഫ് ഏജ് ഓഫ് റീസൺ എന്ന് പറയാം, യുക്തി ചിന്തയുടെ കാലഘട്ടം. ഹ്യൂമൻ ബീങ് വാസ് റിഗാർഡഡ് അറ്റ് ദ സെന്റർ ഓഫ് യൂണിവേഴ്സ്. നമ്മളെ ഈ പ്രപഞ്ചത്തിന്റെ അല്ലെങ്കിൽ മനുഷ്യ സമൂഹത്തിന്റെ ചിന്തയിൽ മാനവികതക്ക്, ഹ്യൂമാനിറ്റിക്ക് മനുഷ്യൻ എന്ത് ചെയ്യുക പ്രാധാന്യം കൊടുത്ത, ഹ്യൂമനിസത്തിന് പ്രാധാന്യം കൊടുത്ത, മനുഷ്യന് പ്രാധാന്യം കൊടുത്തുള്ള ഒരു ചിന്തയിലേക്ക് ലോകത്തിലെ ചിന്തകൾ മാറി. റാഷണൽ തോട്ട്, യുക്തി ചിന്ത ആസ് എ സെൻട്രൽ ഫീച്ചർ ഓഫ് ദ ഹ്യൂമൻ ബീങ്, യുക്തി ചിന്തക്ക് പ്രാധാന്യം കൊടുത്തു. ഹെൽപ്പ് ടു ഡെവലപ്പ് എ സയന്റിഫിക്, സെക്യുലർ ആൻഡ് ഹ്യൂമനിസ്റ്റിക് ആറ്റിറ്റ്യൂഡ് ഓഫ് മൈൻഡ് ആൻഡ് എ ന്യൂ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദ വേൾഡ്. ശാസ്ത്രീയപരമായിട്ട്, മതേതരമായിട്ട്, മാനവികമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ. അതിന് മുമ്പ് എന്തായിരുന്നു കാഴ്ചപ്പാടുകൾ? അവിടെ മതപരമായിട്ടുള്ള റിലീജിയസ് ഓർത്തഡോക്സ് ആയിട്ടുള്ള ട്രഡീഷണാലിറ്റിക്ക്, പരമ്പരാഗതകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും എന്നാൽ മനുഷ്യന്റെ ചിന്തകൾക്കോ മനുഷ്യന്റെ യുക്തിക്കോ ശാസ്ത്രത്തിനോ അതല്ലെങ്കിൽ തെളിവുകൾക്കോ എന്ത് ചെയ്യണം പ്രാധാന്യമില്ലാത്ത ഒരു കാലഘട്ടമായിരുന്നു ഉണ്ടായിരുന്നത്. സയൻസ് ആൻഡ് റീസൺ കൈം ടു ബി കൺസിഡർ മോർ ഇമ്പോർട്ടന്റ് റിലീജിയൻ ആൻഡ് ട്രഡീഷൻ. മതത്തിനേക്കാളും പാരമ്പര്യത്തിനേക്കാളും കൂടുതൽ ശാസ്ത്രത്തിനും യുക്തി ചിന്തകൾക്കും എന്ത് ചെയ്ത് കൂടുതൽ പ്രാധാന്യങ്ങൾ ഉണ്ടായി എന്നതാണ് ദി എൻലൈറ്റ്മെന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതാണ് ഫസ്റ്റത്തത്. അപ്പൊ 8 മാർക്കിന് വന്ന ഡീറ്റെയിൽ ആയി പോയിന്റ്സുകളാക്കി നമ്മൾ എഴുതുക. ആ പോയിന്റ്സുകൾ മലയാളത്തിന് ആവശ്യമുള്ളത് ഞാൻ ഇതിന് കൺക്ലൂഷൻ പാർട്ടിൽ നിങ്ങൾക്ക് നൽകുന്നതാണ്. രണ്ടാമത്തേതാണ്, അതും ചിന്തയിൽ നിന്നുണ്ടായതാണ്. പൊളിറ്റിക്കൽ റവല്യൂഷനും ചേഞ്ച് ഇൻ പൊളിറ്റിക്കൽ പവറുമായി ബന്ധപ്പെട്ടത്. അത് ഒരു സാമൂഹിക നവോത്ഥാന നേതാക്കന്മാരിൽ ഉണ്ടായ ഇന്റലക്ച്വൽ ആയിട്ടുണ്ടാകുന്ന ചേഞ്ചസുമായി ബന്ധപ്പെട്ടതാണ്. 1789 മദർ ഓഫ് റവല്യൂഷൻസിനെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ കാണുന്നത്. എല്ലാ വിപ്ലവങ്ങളും, രാഷ്ട്രീയ വിപ്ലവങ്ങളുടെയും മദറായിട്ടാണ് നമ്മൾ ഫ്രഞ്ച് റവല്യൂഷൻ കാണുന്നത്. ഫോർ ദി പൊളിറ്റിക്കൽ സോവറിനിറ്റി, അത് രാഷ്ട്രീയപരമായ പരമാധികാരവുമായി ബന്ധപ്പെട്ടാണ്. ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് അസേർട്ടഡ് ഇക്വാലിറ്റി ഓഫ് ആൾ സിറ്റിസൺ. ഫ്യൂഡലിസത്തിന്റെ അല്ലെ എസ്റ്റേറ്റ് സംവിധാനത്തില് ഫ്യൂഡൽ എന്ത് ചെയ്യാണ്, അരിസ്റ്റോക്രാറ്റിക് ഓർ മൊണാർക്ക് എന്ത് ചെയ്യുക, ഭരണത്തിന് എന്ത് ചെയ്യുക, സ്വേച്ഛാധിപത്യ ഭരണത്തിന് കീഴിൽ നിന്നും രാഷ്ട്രീയ പരമാധികാരത്തിലേക്കുള്ള ഒരു മാറ്റമാണ് ഫ്രഞ്ച് റവല്യൂഷൻ എന്നത്. അത് ഉയർത്തിപ്പിടി സമുദ്രാവാക്യം നിങ്ങൾക്കറിയാം. സ്ലോഗൻ എന്തായിരുന്നു? ലിബർട്ടി,
ഈക്വാലിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി അല്ലേ, സ്വാതന്ത്ര്യവും സമത്വവും സഹോദര്യം എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള പൊളിറ്റിക്കൽ സോവറിനിറ്റിക്ക് എന്ത് ചെയ്യാണ് പ്രാധാന്യം കൊടുത്തിട്ടുള്ള റവല്യൂഷനാണ് ഫ്രഞ്ച് റവല്യൂഷൻ. ഇതും നിങ്ങൾക്കറിയാം. അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് അങ്ങനെ എഴുതുമ്പോൾ ഫ്രഞ്ച് റവല്യൂഷൻ എന്താണ്, ഫ്രഞ്ച് റവല്യൂഷൻ എന്നും ആ ഫ്രഞ്ച് റവല്യൂഷൻ എന്താണ് എന്ത് ചെയ്യുക, സാമൂഹ്യശാസ്ത്രത്തിന് വളർച്ചയ്ക്ക് ഇടയാക്കെന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ദ പൊളിറ്റിക്കൽ പവർ ഇൻ ദി ഫ്രാൻസ് അല്ലേ, ഫ്രഞ്ച് സമൂഹത്തിന്റെ രാഷ്ട്രീയപരമായ ശക്തിയിൽ മാറ്റം ഉണ്ടായപ്പോൾ ചേഞ്ച് ഇൻ ദ സോഷ്യൽ ലൈഫ് ഓർ സ്ട്രക്ചർ ഓഫ് സൊസൈറ്റി, സമൂഹത്തിന്റെ സാമൂഹ്യ ജീവിതത്തിലും സാമൂഹ്യ ഘടനയിലും ഉണ്ടായ മാറ്റമാണ് സമൂഹശാസ്ത്രം ഒരു സമൂഹത്തെ കുറിച്ച് പഠിക്കേണ്ട ഒരു സയന്റിഫിക് സ്റ്റഡി ഓഫ് സൊസൈറ്റിയിലേക്ക് നയിച്ചത്. മൂന്നാമത്തത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. ഇത് മെറ്റീരിയൽ ഇഷ്യൂസുമായി ബന്ധപ്പെട്ടതാണ്. ബ്രിട്ടനിൽ ലൈറ്റ് 18th സെഞ്ച്വറിയിൽ ഉണ്ടായിട്ടുള്ളതാണ്. രണ്ട് ഫീച്ചേഴ്സ് നമുക്ക് ഇതിൽ എന്ത് ചെയ്യാം, ഇൻഡസ്ട്രിയൽ റവല്യൂഷനിൽ കാണാം. സിസ്റ്റമാറ്റിക് ആപ്ലിക്കേഷൻ ഓഫ് സയന്റിഫിക് പ്രിൻസിപ്പിൾ ടു ഇൻഡസ്ട്രി, വ്യവസായങ്ങൾക്ക് ഉൽപാദന മാർഗക്ക് ഇൻ ദി പ്രൊഡക്ഷൻ സിസ്റ്റത്തിലേക്ക് അപ്ലിക്കേഷൻ ഓഫ് സയന്റിഫിക് പ്രിൻസിപ്പിൾസ് ഓർ ദി ടെക്നോളജി, അപ്ലിക്കേഷൻ ഓഫ് ടെക്നോളജി ഇൻ ദി പ്രൊഡക്ഷൻ പ്രോസസ് അല്ലെ, ഉൽപാദന മേഖലയിലേക്ക് മിഷനറികളുടെ വരവിനെയാണ് ശാസ്ത്ര സാങ്കേതികപരമായിട്ടുള്ള വൈദഗ്ധ്യങ്ങളുടെ കടന്നു വരാണ് വ്യാവസായിക വിപ്ലവം എന്ന് പറഞ്ഞാൽ. രണ്ടാമത്തത് ഈ വ്യാവസായിക വിപ്ലവമായി ഉണ്ടാകുന്ന ലേബർ സിസ്റ്റത്തില്, തൊഴിൽ സംവിധാനത്തില് അല്ലെങ്കിൽ എന്ത് ചെയ്യാണ് മാർക്കറ്റ് സംവിധാനത്തിലൊക്കെ ഉണ്ടായിട്ടുള്ള മാറ്റമാണ് ന്യൂ ഓർഗനൈസേഷൻ ഓഫ് ലേബർ ആൻഡ് മാർക്കറ്റ് ലാർജ് സ്കെയിൽ അല്ലെ, തൊഴിൽ മേഖലയിൽ മുതലാളി തൊഴിലാളി ബന്ധങ്ങളും വലിയ ബൂർഷുകളും പ്രോലിറ്ററേറ്റുകളും ഉണ്ടാകുകയും വലിയ എന്ത് ചെയ്യാം സർപ്ലസ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ടാകുകയും അത് മാർക്കറ്റ് ചെയ്യപ്പെടുകയും അതിലേക്ക് കോളനിവൽക്കരിക്ക ചെയ്യപ്പെടുകയും അങ്ങനെ വലിയ ഒരു കമ്പോള വ്യവസ്ഥിത നിലനിൽക്കാൻ ഈ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ടെക്നോളജിയുടെ എന്ത് ചെയ്യാണ് ഇൻട്രൊഡക്ഷനും മാർക്കറ്റ് ആൻഡ് ലേബർ സിസ്റ്റത്തിനുണ്ടായിട്ടുള്ള ഒരു മാറ്റവും മനുഷ്യന്റെ സോഷ്യൽ ലൈഫില് സോഷ്യൽ സ്ട്രക്ചറില് വലിയ മാറ്റങ്ങൾ എന്ത് ചെയ്ത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഉണ്ടാക്കി. നമ്മൾ പഠിച്ചതുപോലെ സ്പിന്നിങ് ജെന്നിയെ പോലെ ഒരുപാട് എന്ത് ചെയ്യാം മെഷീനറികൾ ഫെസിലിറ്റേറ്റ് ടു പ്രൊഡക്ഷൻ പ്രോസസ് ഗേവ് റൈസ് ദ ഫാക്ടറി സിസ്റ്റം ആൻഡ് മാസ് മാനുഫാക്ചർ ഓഫ് ഗുഡ്സ്. ഒരുപാട് ഉൽപാദനങ്ങൾക്ക് അത് ട്രഡീഷണലായ ഉൽപാദനം ഉണ്ടായ മാറ്റങ്ങൾ ചേഞ്ചസ് അതിന്റെ സ്വാധീനങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയതാണ്. സോഷ്യൽ ചേഞ്ചസ് ഡ്യൂ ടു ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ leads to the factory set up in urban areas. ഒരുപാട് വ്യവസായങ്ങൾ വരികയും ആ വ്യവസായശാലകൾ നഗരങ്ങളിൽ ഉണ്ടാകുകയും വ്യവസായം എന്ത് ചെയ്യുക നഗരവൽക്കരണത്തിനും വ്യവസായവൽക്കരണങ്ങൾക്ക് പരസ്പരം സ്വാധീനം നമ്മൾ മനസ്സിലാക്കിയതാണ്. ഒരു കൂലി തൊഴിലാളികളും തൊഴിൽ പ്രശ്നങ്ങളും ഉണ്ടായതാണ്. വർക്ക് ടൈമുകൾ ഉണ്ടായ മാറ്റങ്ങൾ. അങ്ങനെ സിറ്റീസ് ആൻഡ് ടൗൺസ് ബിക്കെയിം ദ ഡൊമിനന്റ് ഫോംസ് ഓഫ് ഹ്യൂമൻ സെറ്റിൽമെന്റ്. പുതിയ ഒരു ലൈഫ് സ്റ്റൈലുകൾ സാമൂഹ്യ ഘടനയിൽ സ്ട്രക്ചറിൽ മാറ്റം ഉണ്ടാകുകയും അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പവർ സമൂഹത്തിൽ ഉണ്ടാക്കിയതുപോലെ ഈ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ സിസ്റ്റത്തിൽ ഉണ്ടായ മാറ്റങ്ങളെല്ലാം ആർ ദ റിസൾട്ട് ടു ദി changes in the major changes in the social life. സമൂഹത്തിന്റെ വ്യവസ്ഥയിൽ സാമൂഹ്യ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മോഡേൺ ഫോംസ് ഓഫ് ഗവൺമെന്റ്സ് വിത്ത് സ്റ്റേറ്റ് അസ്യൂമിംഗ് കൺട്രോൾ ഓഫ് ഹെൽത്ത് ആൻഡ് സാനിറ്റേഷൻ ക്രൈം കൺട്രോൾ ജനറൽ ഡെവലപ്മെന്റ് ക്രിയേറ്റഡ് ഡിമാൻഡ് ഫോർ ന്യൂ കൈൻഡ്സ് ഓഫ് നോളജ്. അപ്പോൾ വ്യവസായശാലകളിൽ ഉണ്ടായ നഗരങ്ങളിൽ ഉണ്ടായ സിറ്റികളിൽ ഉണ്ടായ ആധുനിക കാലഘട്ടത്തെ ആവശ്യങ്ങൾ അനുസരിച്ച് പുതിയ പുതിയ രാഷ്ട്രങ്ങൾ അവരുടെ പുതിയ പുതിയ എന്ത് ചെയ്യുക ഭരണത്തിലുള്ള വിഷയങ്ങളിലൊക്കെ എന്ത് ചെയ്യുക മാറ്റങ്ങൾ സംഭവിക്കുകയും അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഈ പ്രൊഡക്ഷൻ പ്രോസസ്സിലെ ചേഞ്ചസ് സമൂഹത്തിന്റെ സ്ട്രക്ചറിലും സാമൂഹിക ജീവിതത്തിലും മാറ്റം ഉണ്ടാകുകയും ഇങ്ങനെ ഈ മൂന്ന് തരത്തിലുള്ള ചിന്താപരമായ രാഷ്ട്രീയപരമായ വ്യാവസായികമായ ഉൽപ്പാദനത്തിലുണ്ടായ മാറ്റങ്ങളെല്ലാം സമൂഹത്തിന്റെ മനുഷ്യന്റെ സോഷ്യൽ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടായി. അപ്പോൾ ഈ ചേഞ്ചസുകളെ കുറിച്ച് ഈ സോഷ്യൽ ലൈഫിനെ കുറിച്ചൊക്കെ പഠിക്കേണ്ട ഒരു ശാസ്ത്രം ആവശ്യമായി വരികയും ആ ആവശ്യത്തിൽ നിന്നാണ് ദ മേക്കിംഗ് ഓഫ് സോഷ്യോളജി ഓർ ദ ഒറിജിൻ ഓഫ് സോഷ്യോളജി എന്ത് ചെയ്യുന്നത് രൂപപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ക്ലാസ് കൺക്ലൂഡ് ചെയ്യാണ്. അപ്പോൾ മലയാള നോട്ട് ആവശ്യമുള്ളവർക്ക് സമൂഹശാസ്ത്രത്തിന്റെ ആവിർഭാവത്തിന് വഴിയൊരുക്കിയത് 3 വിപ്ലവങ്ങളാണ്. ജ്ഞാനോദയം അഥവാ ശാസ്ത്ര വിപ്ലവം,
ഫ്രഞ്ച് വിപ്ലവം, വ്യവസായ വിപ്ലവം. ജ്ഞാനോദയം അഥവാ ശാസ്ത്ര വിപ്ലവം എന്ന് പറഞ്ഞാൽ 17-18 നൂറ്റാണ്ടുകളിൽ പശ്ചിമ യൂറോപ്പിലുണ്ടായ ദൈക്ഷണിക, അതാണ് ഇന്റലക്ച്വൽ എന്ന് പറഞ്ഞത്, സാംസ്കാരിക കൾച്ചറൽ റവല്യൂഷനുമായി ബന്ധപ്പെട്ടാണ് സാംസ്കാരിക വിപ്ലവത്തെയാണ് ജ്ഞാനോദയം എന്ന് പറയുന്നത്. യുക്തിചിന്തയുടെ കാലഘട്ടം, ദ ഏജ് ഓഫ് റീസൺ ഓർ പീരിയഡ് ഓഫ് റീസൺ ആണ് നമ്മൾ ജ്ഞാനോദയത്തെ അറിയുന്നത്. യുക്തിചിന്തയുടെ കാലഘട്ടം എന്നാണ് അറിയപ്പെടുന്നത്. മാനവികത, യുക്തിചിന്ത, മതേതരത്വം, അല്ലെ? എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം? ഓർമ്മയാണ്. ഹ്യൂമനിസമായിട്ട് ബന്ധപ്പെട്ട് റീസണിംഗ് ആണ്, സെക്കുലറിസം ആണ്, ശാസ്ത്രീയപരമായ തുടങ്ങിയവയുടെ സവിശേഷതകൾ ഉൾക്കൊള്ളുന്നതാണ് ഈ എൻലൈറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ. മനുഷ്യനെ പ്രപഞ്ചത്തിന്റെ കേന്ദ്രമായി കാണുക, സെൻട്രൽ ഓഫ് യൂണിവേഴ്സ് ആയിട്ട് മനുഷ്യനെ കണ്ടതാണ്. യുക്തിപൂർവ്വം ചിന്തിക്കാൻ കഴിയുന്നവരെ മാത്രമേ സമ്പൂർണ്ണ മനുഷ്യനായി പരിഗണിച്ചിരുന്നു ഉള്ളത്. അപ്പോൾ റീസണിംഗ് ആണ്, മാനവികതമാണ്, സയന്റിഫിക് ആണ്, അല്ലെ? അപ്പൊ സോഷ്യോളജിന്റെ നോളജ് നമ്മൾ പറഞ്ഞു, സയന്റിഫിക്കൽ എവിഡൻസ് ഉള്ള ഒരു നോളജിനെ കുറിച്ച് നമ്മൾ കോമൺ സെൻസിൽ നിന്നും സോഷ്യോളജിക്ക് വ്യത്യാസം പറയാം. ഇതാണ് ജ്ഞാനോദയവുമായി ബന്ധപ്പെട്ട്. ഫ്രഞ്ച് റവല്യൂഷൻ 1789 വിപ്ലവങ്ങളുടെ മാതാവായി എന്നറിയപ്പെടുന്നു. സാമൂഹ്യ രംഗത്ത് വലിയ മാറ്റങ്ങൾ, പൊളിറ്റിക്കലായിട്ടും സോഷ്യൽ ലൈഫിലും വലിയ മാറ്റമുണ്ടായി. രാഷ്ട്രീയ പരമാധികാരം, പൊളിറ്റിക്കൽ സോവറിറ്റി എന്ന സിദ്ധാന്തത്തെ ഉയർത്തിപ്പിടിച്ചു. മനുഷ്യാവകാശ പ്രഖ്യാപനം, ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, എല്ലാ പൗരന്മാർക്കും എന്ത് ചെയ്യാം? സമത്വത്തിന് ഊന്നൽ നൽകിയിട്ടുള്ള ഒന്നാണ്. അതുപോലെ വ്യക്തി സ്വാതന്ത്ര്യത്തെ, ഇൻഡിവിജ്വൽ ഫ്രീഡവുമായി ബന്ധപ്പെട്ട് അതുവരെ ഉണ്ടായിരുന്ന ട്രഡീഷണലായി ഉണ്ടായ എല്ലാ അവസ്ഥകൾക്കും മാറ്റം കൊണ്ട് സ്വാതന്ത്ര്യം, സമത്വം, സഹോദരി എന്ന മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ളതാണ് ഫ്രഞ്ച് റവല്യൂഷൻ എന്നത്. മൂന്നാമത്തതാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്നത്. 18ാം നൂറ്റാണ്ടിന്റെ അന്ത്യത്തിൽ ബ്രിട്ടനിൽ ആരംഭിച്ച ഒന്നാണ്. എന്ത് ചെയ്യുക? ചേഞ്ച് ഇൻ പ്രൊഡക്ഷൻ സിസ്റ്റത്തിലുള്ളതാണ്. ഇത് 2 തലങ്ങളുണ്ട്. വ്യാവസായിക ഉൽപാദന, ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുകയും അതുപോലെ തന്നെ അധ്വാനത്തെയും സംഘടിപ്പിക്കാനും വിപണികൾ വികസിപ്പിക്കുന്നതിന് പുതിയ രീതികൾ കണ്ടെത്തുന്നുള്ള ഈ ലേബർ ആൻഡ് മാർക്കറ്റിൽ ഉണ്ടായ വിപ്ലവങ്ങളാണ്. സ്പിന്നിങ് ജെന്നി, അതുപോലെ ആവിയന്ത്രം എന്നീ വിപ്ലവകരമായ മാറ്റങ്ങൾ സമൂഹത്തിൽ പ്രൊഡക്ഷൻ സിസ്റ്റത്തിൽ കൊണ്ടുവന്നു. ഫാക്ടറി സമ്പ്രദായത്തിന്റെ ഉത്ഭവം സാധനങ്ങളുടെ ഉൽപാദനം വർദ്ധിപ്പിക്കുകയും ലോക വിപണിയെ സാധനങ്ങൾ എന്ത് ചെയ്യാണ്? ഉൽപാദിക്കപ്പെടുകയും വിപണികൾക്കായി എന്ത് ചെയ്യുക? പ്രൊഡക്ഷൻ ഫോർ മാർക്കറ്റിലേക്ക് ഉണ്ടാകുകയും അങ്ങനെ മാർക്കറ്റ് സംവിധാനത്തിലേക്ക് ഉൽപാദനവും സാമൂഹ്യ ജീവിതവും എന്തിനെ കേന്ദ്രീകരിക്കുന്ന അവസ്ഥ ഉണ്ടായി. ഇത് സാമൂഹ്യ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി. തൊഴിൽ തേടി ധാരാളം ആളുകൾ നഗരങ്ങളിലേക്ക് പോയി. ഈ നഗരങ്ങളിൽ ഉണ്ടാകുന്ന സാമൂഹ്യ ജീവിതങ്ങൾ സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയതാണ്. ഫാക്ടറി ജോലിക്കാർക്ക് വളരെ തുച്ഛമായ വേതനം ലഭിക്കുകയും ആധുനിക ഭരണരൂപങ്ങൾ ഈ അർബൻ ഇൻഡസ്ട്രിയൽ സിറ്റീസുകൾക്കനുസരിച്ച് പുതിയ മാർക്കറ്റ് സിസ്റ്റങ്ങൾ അനുസരിച്ച് പുതിയ ഭരണ രൂപങ്ങൾ നിലവിൽ വരികയും ചെയ്തു എന്നതാണ് നമ്മൾ ഈ ഭാഗത്ത് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. വളരെ സിമ്പിളാണ്. ഓരോ കാര്യങ്ങൾ കൃത്യമായി നിങ്ങൾ നോട്ടുകളായി എന്ത് ചെയ്യുക? എഴുതി വെക്കുകയും പഠിക്കുകയും ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. വളരെ സിമ്പിളായി 3 കാര്യങ്ങളാണ്. എൻലൈറ്റ്മെന്റ് ഓർ സയന്റിഫിക് റവല്യൂഷൻ, പൊളിറ്റിക്കൽ റവല്യൂഷനുമായി ബന്ധപ്പെട്ട് ഫ്രഞ്ച് റവല്യൂഷൻ, പ്രൊഡക്ഷൻ പ്രോസസ്സുമായി ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. ഈ 3 കാര്യങ്ങളും ഉണ്ടാക്കിയ ചേഞ്ച് ഇൻ സോഷ്യൽ സ്ട്രക്ചർ ഓർ സോഷ്യൽ ലൈഫ് that leads to the origin of or the making of sociology in Europe. അപ്പോൾ യൂറോപ്പിലെ ഈ ചിന്താപരമായ രാഷ്ട്രീയപരമായ ഉൽപാദനമായ മാറ്റങ്ങൾ സമൂഹശാസ്ത്രത്തിൻ്റെ വളർച്ചയിലേക്ക് അല്ലെങ്കിൽ ഉത്ഭവത്തിലേക്ക് നയിച്ചു എന്നതാണ് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ 1ാമത്തെ ചാപ്റ്ററും 9ാമത്തെ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് ഭാഗം കൂടിയിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ മനസ്സിലാക്കിയത്. അപ്പോൾ അത് പഠിച്ചതിൻ്റെ ഫോക്കസ് ഏരിയ ഇല്ലാത്ത നഷ്ടബോധം ഉണ്ടാവരുത്. അത് രണ്ടും സെയിം തന്നെയാണ്. 2 ഇന്റലക്ച്വൽ ഏരിയാസ് പറഞ്ഞാലും മെറ്റീരിയൽ ഇഷ്യൂസ് പറഞ്ഞാലും ഈ 3 കാര്യങ്ങളെ എന്ത് ചെയ്യുക? നമുക്ക് കൺക്ലൂഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ക്ലാസ്സുകൾ കാണുകയും കൃത്യമായി പഠിക്കുകയും പരീക്ഷയ്ക്ക് വേണ്ടി 80ൽ മുഴുവൻ മാർക്ക് നമുക്ക് വാങ്ങണം. 120 ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ 80 മാർക്കിന് കൃത്യമായി എഴുതാൻ ഉത്തരങ്ങൾ നമ്മൾ പഠിച്ചു പോയാൽ കൃത്യമായി ഫുൾ മാർക്ക് നേടാൻ കഴിയും. അതിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ല ഭാവം നേരുന്നു. നമസ്കാരം.